ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കലാണ് പ്രധാനം. അങ്ങനെ രണ്ടുപേരും ഒരു മുൻധാരണയും വെക്കാതെ സാഹചര്യവും സന്ദർഭവും സമയവും എടുത്തു മനസ്സിലാക്കിയാൽ അവിടെ പരസ്പരം സ്നേഹമുണ്ടായാൽ പിന്നെ അവിടെ അടിച്ചമർത്തലുകളില്ല, മുൻഗണനയില്ല, പിൻഗണനയില്ല. അവിടെ വിട്ടുകൊടുക്കലുകൾ മാത്രം. ക്ഷമ, അതൊക്കെ സ്നേഹമുള്ളിടങ്ങളിൽ തന്നാലെ വരും. എല്ലാ ജീവിതത്തിലും വഴക്കും പിണക്കവുമെല്ലാം ഉണ്ടാകും. അതിനെ ഏതാനും നിമിഷങ്ങൾക്കകം മറികടക്കണം. അല്ലാതെ അതിൻ്റെ ഇടയിലെ സമയത്ത് മനസ്സിനെ അവനവൻ നിയന്ത്രിക്കേണ്ടതിനു പകരം അഴിച്ചുവിടരുത്. അവിടെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരുന്നത്. ഭാര്യയും ഭർത്താവും പരസ്പരം സഹകരണത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ആരാണ് വലുത് എന്ന് മത്സരിക്കാതെ മുന്നോട്ടു പോയാൽ കുടുംബജീവിതം അടിപൊളിയാണ്. ഭർത്താവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കണമെന്ന സ്ത്രീകളുടെ ചിന്തയും വാശിയുമാണ് കുടുംബം നശിപ്പിക്കുന്നത്. മുന്നിൽ നിൽക്കാൻ മത്സരിക്കണം. അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കാര്യത്തിലാവണമെന്ന് മാത്രം. ചില സ്ത്രീകൾ ജോലിക്ക് പോയി കയ്യിൽ ക്യാഷ് വന്നു തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ ചിന്തയും സ്വഭാവവും മാറ്റം വരുന്നു. ഞാൻ എന്തോ ആയി, എല്ലാത്തിനും എനിക്ക് ക്യാഷുണ്ട്, ഇനി ഞാൻ എന്തിന് ഭർത്താവ് പറയുന്നത് കേൾക്കണം, അനുസരിക്കണം എന്ന ചിന്ത വന്ന് കുടുംബത്തിൽ കലഹമായി മാറുന്നു. എന്നാൽ ആണുങ്ങൾ വർഷങ്ങളായി ജോലി ചെയ്യുന്നവരും ക്യാഷ് ഉണ്ടാക്കുന്നവരുമായിട്ടും അവരുടെ ചിന്തയിൽ ഞാനെന്തോ സംഭവമാണ് എന്ന ചിന്ത വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭർത്താവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, സമാധാനം കൊടുക്കുക, അനുസരണ, നല്ല സെക്ഷൽ കമ്മിറ്റ്മെൻറ്റ്, ഇത് മാത്രം മതി ഒരാണിന്. ഭാര്യയിൽ നിന്നും ഭർത്താവ് സന്തോഷവാനായാൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ആഗ്രഹങ്ങൾക്ക് അപ്പുറം കിട്ടും. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ചില വിട്ടുവീഴ്ചകൾ ജീവിതം കളറാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.